ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മൾ പറ വരുന്നതും കാത്തിങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്പലത്തിൽ കമ്പം പൊട്ടുന്നത് കണ്ടത്. അപ്പം നമുക്ക് മനസ്സിലായി കേട്ടോ അമ്പലത്തിൽ നിന്ന് പറ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അച്ചുവാണ് പറ വന്ന് കഴിഞ്ഞേ കിടന്ന് ഉറങ്ങൂ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു പറ്റില്ല, നേരത്തെ കിടന്ന് ഉറങ്ങും, നമുക്ക് പറ വരാറാകുമ്പോൾ എഴുന്നേക്കാന്ന് പറഞ്ഞു. ഒരു 9:30 ആയപ്പോഴത്തേക്ക് അച്ഛനും മക്കളും ഉറക്കമായി. പിന്നെ ഞാൻ പോയി എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പറ വന്നത് വെളുപ്പിന് ഒരു 4 മണി 5 മണി ആ സമയത്തായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാമെന്ന്. അങ്ങനെ അവരുറങ്ങി. പക്ഷേ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല കേട്ടോ. ഞാനിങ്ങനെ വെറുതെ മുറ്റത്തൊക്കെ നടക്കുമായിരുന്നു. കാരണം നമ്മുടെ പരിസരത്തൊക്കെ തന്നെ ആയതുകൊണ്ട് കൊട്ടിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായെന്ന്. പിന്നെ ചേട്ടനും ഉറക്കം വന്നില്ല. ചേട്ടനും വന്നിരുന്ന് അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു പൂച്ചയാണെങ്കിൽ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുവാണ് കേട്ടോ നമ്മുടെ പറയുടെ സാധനത്തിനകത്തൊക്കെ കയറി നോക്കാൻ വേണ്ടി. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആവാറായപ്പോൾ നമ്മുടെ പറ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഒരുക്ക് സാധനങ്ങളൊക്കെ ഒരുക്കാനും വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി 2 ചേട്ടന്മാരും ഒരു പൂജാരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് എല്ലാം ഒരുക്കി വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് പോയി. പിന്നെ ചേട്ടൻ ഉറങ്ങിയതായതുകൊണ്ട് ചേട്ടൻ പിന്നെ പോയി ഒന്നും കൂടി കുളിച്ചിട്ട് വന്നു കേട്ടോ. ചേട്ടൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. അതുകൊണ്ട് പിന്നെ പോയി കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പറ എത്തി കേട്ടോ. ഈ പ്രാവശ്യം പറ നേരത്തെയാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കായി ഒരുപാട് നേരത്തെയാണ് കേട്ടോ. നേരം പുലർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. രാത്രിയിലാണ് നമ്മുടെ മുടിപ്പറ വരുന്നത്. ഭയങ്കര ഭക്തിയോടുകൂടിയും നല്ല വിശ്വാസത്തോടു കൂടിയും വളരെ ശുദ്ധിയോടുകൂടിയും കൊടുക്കേണ്ട ഒരു പറയാണ് കേട്ടോ. നമ്മുടെ സാധാരണ പറകളെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനൊക്കെ കുറച്ചും കൂടി ശക്തിയുള്ള ഒരു പറയാണ് ഈ മുടിപ്പറ എന്ന് പറയുന്നത്. എനിക്ക് പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഈ മുടിപ്പറയുടെ കൂടെ താലപ്പൊലി എടുക്കാനും പറയ്ക്ക് പോകാനും ഒക്കെ. എന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉടനെ ശിക്ഷ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ വിളക്കൊക്കെ എടുത്ത് തട്ടിക്കളയുക, താലം പിടിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ താലം തട്ടിക്കളയുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിലും പറയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. കുറച്ച് താമസമാണ്. 2 പറയാണ്, ജീവതയുടെ പറയുണ്ട്, മുടിയുടെ പറയുണ്ട്. അപ്പോൾ ഓരോ വീടുകളിലും കയറി പറ കഴിയുമ്പോൾ കുറച്ച് താമസമായിരുന്നു. അങ്ങനെ പറയൊക്കെ കഴിഞ്ഞ് ഞാൻ അവരങ്ങോട്ട് പോവാണ്. ഇനി കുറേ പറകളും കൂടി എടുക്കാനുണ്ട്. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ പറകളെല്ലാം എടുത്ത് കഴിയണം. അങ്ങനെ പറയൊക്കെ പോയി ഞാൻ പിന്നെ വിളക്കൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴത്തേക്ക് സമയം 12 മണിയായി. അപ്പോഴേക്കും എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ബൈ.